ഞങ്ങളുടെ എല്ലാവരും ജീവനും നിന്റെ കയ്യിലാണ്. സംശയമുണ്ടോ? ഇൻസ്പെക്ടർ പാണ്ട, താങ്കൾ സൽഗുണ സമ്പന്നനാണ്, വലിയ ജ്ഞാനിയാണ്, മാത്രമല്ല മഹാവ്യക്തിത്വമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് താങ്കൾ ഒരു പാണ്ടയല്ല. അത് പിന്നെ താങ്കൾ ഗ്രേറ്റ് ഇൻസ്പെക്ടർ പാണ്ടയാണ്. എത്ര നന്നായിട്ടാ ഫുട്ബോൾ കളിക്കുന്നേ. എത്ര ദിവസം കഴിഞ്ഞാണ് അവധി കിട്ടിയിരിക്കുന്നത്? ഞാൻ എൻജോയ് ചെയ്യും. ഇൻസ്പെക്ടർ പാണ്ട, താങ്കൾ ആരോ ഫോണിൽ വിളിക്കുന്നുണ്ട്. എടുക്കണ്ട, ഞാൻ ഇന്ന് അവധിയിലാണ്. ഞാൻ നാളെ വിളിച്ചോളാം. ഓക്കേ. ഹലോ, അതെ പാണ്ട സാർ ഇപ്പൊ അവധിയിലാണ്, നാളെ വിളിച്ചാ മതി. അയാളോട് പറഞ്ഞേക്ക് ഞാൻ അയാൾക്ക് പെർമനന്റ് ആയി അവധി കൊടുത്തിരുന്ന. ആണോ? ഇൻസ്പെക്ടർ പാണ്ട, ഒരു സന്തോഷ വാർത്തയുണ്ട്. വളരെ വലിയ സന്തോഷ വാർത്തയാണ്. ഇനി താങ്കൾക്ക് സ്വസ്ഥമായിട്ട് ദിവസം ഫുട്ബോൾ കളിക്കാം. അദ്ദേഹം പറയുന്നത് താങ്കൾക്ക് പെർമനന്റ് ആയിട്ട് അവധി തന്നു എന്നാണ്. എന്താ പറഞ്ഞത്? ആരുടെ കാളാണത്? ഫോണിൽ കമ്മീഷണർ സാറായിരുന്നു. നേരത്തെ പറഞ്ഞോടായിരുന്നോ? സലാം സാർ. ഫോണിലൂടെ സല്യൂട്ട് കാണാൻ പറ്റില്ല. എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ മാത്രം നിനക്ക് അത്രയ്ക്ക് ധൈര്യം? അല്ല സാർ, സാറിനോടല്ല. സാറ് കമ്മീഷണർ അല്ലേ? അങ്ങ് പറഞ്ഞോളൂ. ഞാനെന്താ പറയണ്ടേ? തന്നെ എന്താ എത്ര വിളിച്ചാലും ഫോണിൽ കിട്ടാത്തത്? സാർ, ഇവിടെ സിഗ്നൽ പ്രോബ്ലം ആണ് സാർ. പെട്ടെന്ന് തന്നെ കമ്മീഷണർ ഓഫീസിലേക്ക് വരൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ട്രാഫിക് പോലീസാക്കി സിഗ്നലിൽ കൊണ്ടു നിർത്തും. പക്ഷേ സാർ, ഇന്നെനിക്ക് അവധിയാണ്. ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ്. അഥവാ അരമണിക്കൂറിനുള്ളിൽ താൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ തന്നെ ഞാൻ ഫുട്ബോൾ ആക്കി അടുത്ത ടൂർണമെന്റിൽ കളിക്കാനായി ഉപയോഗിക്കും. പക്ഷേ പ്രശ്നം എന്താണ് സാർ? സിറ്റിയിൽ ബോംബ് ത്രെഡ് ഉണ്ട്. ബോംബ് ത്രെഡോ? ഞാൻ ഇപ്പൊ തന്നെ എത്താം സാർ. രാജ്യത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ എത്തുകയാണ്. താങ്കൾ ഒരു മഹാനാണ്, ശക്തിശാലിയാണ്, ഞങ്ങളുടെ നഗരത്തിന്റെ അഭിമാനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ താങ്കൾ ഒരു പാണ്ഡയല്ല, ദേശഭക്തിയുള്ള മഹാനായ ഇൻസ്പെക്ടർ പാണ്ഡയാണ്. എന്തായാലും കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് മടിച്ചു നിൽക്കാത്ത കാര്യം പറയ്. എന്താ കാര്യം? ബോംബ് ത്രെഡ് ആണ്. ഞങ്ങളും കൂടെ വരാം. പോലീസിനെ ഞങ്ങൾ സഹായിക്കാം. നാടിന്റെ പേര് വാനോട് ഉയർത്താം. പിന്നെ ആർമിയിലേക്ക് പോകും, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ. അതിനുശേഷം റോ, പിന്നെ ഇന്റർപോൾ. ബണ്ണി, നീ സ്വപ്നത്തിന്റെ വഞ്ചി നിന്ന് ഇറങ്ങ്. ഇവരെ പോകാനുള്ളതിക്ക് കാര്യങ്ങൾ അപകടത്തിലാണ്. സംശയമുണ്ടോ? അതെ കുട്ടികളെ, നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം. എവിടെയെങ്കിലും ബാഗോ അല്ലെങ്കിൽ പെട്ടിയോ പഴമോ കണ്ടാൽ എന്നെ ഉടൻ തന്നെ നിങ്ങൾ അറിയിച്ചിരിക്കണം. പണി ചോർദാറേ, ഇതാ നോക്കിയേ, ആരും നമുക്ക് വേണ്ടി ഗിഫ്റ്റ് വെച്ചിട്ട് പോയിരിക്കുക. വേണ്ട ഹണി, അത് ചിലപ്പോൾ ബോംബായിരിക്കും. ബോംബായിരിക്കില്ല. ഒരു കാര്യം ചെയ്യേ, അതൊന്ന് തുറന്നു നോക്ക്. പൊട്ടിയില്ലെങ്കിൽ ബോംബല്ല, പൊട്ടിയാൽ അത് ബോംബാണ്. പിന്നെ നമ്മളും ഉണ്ടാവില്ല. എടത് എന്താ ഈ പറയുന്നത്? അവൻ ഹണിയാണ്. യഥാർത്ഥത്തിൽ തുറക്കും. ചിലർ ആകാശത്തു കൂടി പോകുന്ന വെടിയുണ്ടകളും ഏണി വെച്ച് കയറി കൊള്ളാറുണ്ട്. കൂടുതൽ സാഹിത്യമൊന്നും വേണ്ട. ബണി, നീ മാറി നിക്ക്, ബോംബായിരിക്കും അത്. എന്റെ കൂടെ നടന്നു നടന്ന് നിങ്ങൾ എല്ലാവരും കഴുതകളായിട്ട് മാറിയിരിക്കുകയാണ്. വല്ലവരെന്തിനാ നമ്മുടെ വീടിന്റെ മുമ്പിൽ കൊണ്ട് ബോംബ് വെക്കുന്നേ? നമ്മൾ ഒരുപാട് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ അതിലെ ആരിലും വെച്ചതായിരിക്കും. അയ്യോ അല്ല കൂട്ടുകാരെ, ഇതൊരു ടൈം പീസ് ആണ്. അകത്തുനിന്ന് എന്നൊക്കെ സൗണ്ടും കേൾക്കുന്നുണ്ട്. ടിക് ടിക് 1, ടിക് ടിക് 2. ടിക് ടിക് 3 എന്ന് പറയരുത്. ചിലപ്പോ ടിക് ടിക് കേട്ടത് പൊട്ടി തെറിച്ചാലോ. ഞാനിപ്പോ തന്നെ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് ഫോൺ ചെയ്യാം. എന്താ ഇത്? കോൾ പോകുന്നില്ലല്ലോ. അഥവാ ബോംബ് ഇവിടെ വെച്ചെങ്ങാണ്ട് പൊട്ടിയ വീട് പറന്നു പോകും. എടാ ബണ്ണി, വെറുതെ ഇങ്ങനെ ആളെ പേടിപ്പിച്ച് കൊല്ലടാ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ പെട്ടിയെടുത്ത് റോഡിൽ കൊണ്ട് വെച്ചാലോ? അയ്യോ വേണ്ട. എന്നിട്ട് വേണം നാട്ടുകാർ പറയാൻ നമ്മൾ ബോംബ് പൊട്ടിച്ചെന്ന്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ പോകുന്ന വഴിക്ക് എങ്ങനെ പൊട്ടിത്തെറിച്ചാലോ? നമുക്ക് ഇതിൽ വെച്ച് അതിനെ പൊക്കി മുകളിലൂടെ കൊണ്ടുപോവാം. മുകളിൽ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കേ.
ചോർദാറെ നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ഐ എം സോറി. ഇവിടെ ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു തീറ്റ ഭ്രാന്ത്. ഇവനെ ഈ ബോംബ് ഏൽപ്പിച്ച് നമ്മളെ വേണം പറയാൻ. ചോർദാറെ, ആർത്തി പണ്ടാരെ, നിന്റെ ഭ്രാന്തൻ, ആർത്തി മൂത്ത് ഭ്രാന്തായവൻ. നീ എന്താ പറഞ്ഞത്? ഇതൊന്നും അല്ല, ഇതൊന്നും അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ സ്വഭാവം കാണുമ്പോ അങ്ങനെ തോന്നാറ്. ഉം. ബണ്ണി സൂക്ഷിച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലാണ്. സംശയമുണ്ടോ? ഇത് ബോംബാണ്, ബോംബ്. ഇതും വെച്ച് നീ എന്ത് സർക്കസാണ് ഈ കാണിക്കുന്നേ? നീ മഹാജ്ഞാനി, വിജ്ഞാനകോശം, ബുദ്ധിമാൻ. അല്ല, ഒരിക്കലും അല്ല. എടാ ഞാൻ തെന്നിപ്പോയതാടാ മണ്ട. അതെ, ഞാൻ മണ്ടനൊന്നല്ല, കഴുത, ചെറിയൊരു കഴുത. സത്യം മനസ്സിലാക്കുന്നവൻ ആരാണ്? അവനാടാ യഥാർത്ഥ ജ്ഞാനി. സംശയമുണ്ടോ? ഭാഗ്യത്തിന് ഇതുവരെ ബോംബ് പൊട്ടിയില്ല. അമ്മേ, ബോംബ് പൊട്ടി, ഞാൻ ചത്തേ. അയ്യോ. എനിക്കുള്ള മരണമണിയാ കുറച്ചു മുമ്പ് കേട്ടത്. എന്റെ ജീവിതത്തിൽ ആകെയുള്ള സ്വത്ത് നല്ല സൗഹൃദങ്ങൾ മാത്രമാ. അടുത്ത ജന്മത്തിൽ വീണ്ടും കാണാൻ കൂട്ടുകാരെ. സംശയമുണ്ടോ? എടാ കഴുതേ, ബോംബല്ല, കാറിന്റെ ടയർ പൊട്ടിയതാ. ട്രക്കിന്റെ പുറകെ വിട്ടു. ട്രക്ക് നിർത്ത്, ട്രക്ക് ഒന്ന് നിർത്ത്. വേഗമാവട്ടെ, ആ ബോക്സ് ഇപ്പൊ താഴെ വീഴും. ചോർദാറെ, വേഗം ഇൻസ്പെക്ടർ പാണ്ഡെ വിളിക്ക്. ശരി, ഓക്കെ. ഇതെന്താ ഇയാളെന്താ ഫോൺ എടുക്കാതിരിക്കുന്നത്? ബോംബാണെങ്കി ഇവിടെയുണ്ട്. ഈ ഇൻസ്പെക്ടർ പാണ്ഡെ എവിടെ പോയി കിടക്കുക? ശബ്ദമുണ്ടാക്കരുത്. കോൾ ഇവിടുന്ന് വന്നെന്നാണ് ബ്യൂറോ നിന്നും അറിയിച്ചിരിക്കുന്നത്. ബോംബ് വച്ചവര് അകത്ത് തന്നെ ഉണ്ടാകും. ഈഷ്, നിന്നെ കണ്ടിട്ട് ഒരു ആണി അത്രയല്ലേ ഉള്ളൂ. നീയാണോ ബോംബ് വച്ചത്? ഞാനൊരു തമാശ കാണിച്ചതല്ലേ. ഈഷ്, ബോംബ് വെച്ചത് പറയുന്നതാണോ തമാശ? ബോംബോ? അങ്ങനെ ഒരു ബോംബേ ഇല്ലല്ലോ. ഞാനൊരു ടൈം പാസിന് വേണ്ടി കോൾ ചെയ്തതാ. പോലീസ് എത്തുമ്പോ അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തത്. എന്റെ അവധിയാണ് നശിപ്പിച്ചത്. പോലീസുകാരോട് കളിച്ചു കഴിഞ്ഞാൽ എന്താവും നിനക്ക് ഞാൻ കാണിച്ചു തരാം. വേഗം പൊക്ക. എന്നെ അല്ലടാ, അവനെ പൊക്കാനാണ് പറഞ്ഞത്. വേഗം. അയ്യോ. എടാ, ഇവിടെ കിടന്ന് വിശ്രമിക്കാതെ വേഗം പോയി അവനെ പിടിക്കടാ. നിങ്ങൾ എവിടെയാ ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഞാനെന്താ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? വേഗം വിട്, വേഗം വിട്. ആ മുംബൈ പോകുന്ന വൈക്കോൽ ട്രാക്കിൽ നിന്ന് ആ ബോക്സ് എടുക്കണം. ബോക്സോ? എന്തിനാണ് ബോക്സ് എടുക്കുന്നത്? നിങ്ങൾ ആരും തന്നെ വയ്ക്കല് കഴിക്കില്ലല്ലോ. നിങ്ങൾ മഹാൻ, ബുദ്ധിമാൻ, ചിലപ്പോൾ ശക്തിമാനുമാണ്. പണ്ട് സാറേ, ബോക്സിൽ ടൈം ബോംബ് ഉണ്ട്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ആ കഥ ഇവിടെ പറയാൻ നിന്നാ നമ്മുടെ കഥ ആദ്യം കഴിയും. വേഗം ആ ട്രക്ക് ഒന്ന് നിർത്താൻ നോക്ക് പാണ്ഡ സാറേ. ഓക്കേ, ഇപ്പോൾ തന്നെ നിർത്താം. ഹെഡ്ക്വാർട്ടേഴ്സ്, ജേക്കനേറിലേക്ക് ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെ അയക്കൂ. ഓവർ. ഇറങ്ങൂ, ഇറങ്ങൂ. ട്രക്കിൽ ബോംബാണ്. ഓടിക്കൂ. എടാ, അത് ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്. ട്രക്കിലെ ഡ്രൈവറിനോടാണ്. അയ്യോ. മാറിപ്പോകൂ, മാറിപ്പോകൂ. താഴെ കിടക്കൂ. കുട്ടികളെ, എന്ത് പറ്റി? ആരോ നമ്മുടെ വീടിന്റെ മുന്നിൽ കൊണ്ട് ടൈം ബോംബ് വെച്ചു.
ഈ ബോക്സിനുള്ളിൽ ടൈം ബോംബിൽ വാച്ച് അല്ലാതെ പിന്നെ വാച്ച്മാൻ ഉണ്ടാകുമോ? അയ്യോ ഇതിലൊരു വാച്ച് മാത്രമേ ഉള്ളൂ. അല്ല ഇതെന്റെ വാച്ചാണല്ലോ. ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാ. പാഴ്സലായിട്ട് വന്നതാ. ഞാൻ ഓഫീസിലായിരുന്നില്ലേ, നിങ്ങളാണെങ്കിൽ കളിക്കാനും പോയിരുന്നു. അതുകൊണ്ട് ഞാനാ പറഞ്ഞത് ഇത് ഗേറ്റിന്റെ അടുക്കൽ വെച്ചിട്ട് പൊക്കോളാൻ. ബോക്സിൽ വാച്ചാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ആര് കേൾക്കാനാ? എന്റെ ഹണി ആകെ കൺഫ്യൂഷനായി. നഗരത്തിൽ ബോംബ് ത്രെട്ട് ഉണ്ട്. ആരായാലും ഒന്ന് പേടിച്ചു പോവും. ഇവിടെ ബോംബില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണുമല്ലോ. ഒരിടത്തുമില്ല. ഈ ചെറുക്കൻ പ്രാങ്ക് കോൾ ചെയ്തതാണ്. ഹലോ സർ. ഇൻസ്പെക്ടർ പാണ്ഡ, ബോംബിന്റെ കാര്യം എന്തായി? ബോംബൊന്നുമില്ല സർ. ഒരു പയ്യൻ പ്രാങ്ക് കോൾ ചെയ്തതാണ്. അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. വെരി ഗുഡ് ഇൻസ്പെക്ടർ പാണ്ഡ. എന്തോന്ന് വെരി ഗുഡ് സർ. എനിക്കൊരു അവധി കിട്ടിയതായിരുന്നു, അതും നശിച്ചു പോയി. ആ ബോംബ് വീഴുന്ന മൊത്തത്തിൽ കുളമായി. കമ്മീഷണർ സാർ, താങ്കൾ മഹാനാണ്, ബുദ്ധിമാനുമാണ്, ദയാലുവാണ്. അതായത് താങ്കൾക്ക് കമ്മീഷണർ ആവാൻ ഒരു യോഗ്യതയില്ല. എന്താ പറഞ്ഞേ? അതായത് ഐ ജി ആവാനാണ് യോഗ്യത. താങ്കൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ആ പറഞ്ഞ ശരിയാണ്. സാർ, ഇൻസ്പെക്ടർ പാണ്ഡ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും അവധി കൊടുത്തൂടെ? ഇല്ല, ഒരു ദിവസത്തെ അവധിയല്ല, ഞാൻ ഒരാഴ്ചത്തെ അവധി കൊടുത്തിരിക്കുന്നു. 1 വീക്കോ? താങ്ക് യു സാർ. താങ്ക് യു മണി. ഞാൻ ഈ അവധി ഓഷിക്കാൻ എന്റെ നാട്ടിലേക്ക് കുടുംബത്തോടെ പോകാൻ പോവുകയാണ്. താങ്ക് യു. സോറി ഇമോഷണൽ അങ്ങ് ചെയ്തു പോയതാണ്.